നമസ്കാരം. നെടുമങ്ങാട് മേഖലയിലുള്ള സഖാക്കളൊക്കെ തന്നെ രാഖി വാങ്ങാനുള്ള ഓട്ടത്തിലാണ് എന്നാണ് കരക്കമ്പി. യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നറിയില്ല. പക്ഷെ യാഥാർത്ഥ്യമായ രീതിയിൽ തന്നെയാണ് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമൊക്കെ ചർച്ചകൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഇത്തരത്തിലുള്ള കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നെടുമങ്ങാട്ടെ ചില ഫാൻസി കടയുടമകളൊക്കെ പറയുന്നത് എൻ്റെ ഫാൻസി കടയിൽ വന്നിട്ട് രാഖി ഉണ്ടോ അതോ രാഖി കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്ന സഖാക്കൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് മറ്റൊന്നുമല്ല, ഈ നെടുമങ്ങാട് മേഖലയിൽ SDPI CPM സംഘർഷം ഉണ്ടാവുകയും CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള DYFI നേതാവിനെ SDPIക്കാർ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി DYFI തിരിച്ചടിച്ചു. DYFI തിരിച്ചടിച്ചത് അവിടുത്തെ SDPIയുടെ ആംബുലൻസ് അടിച്ചു പൊട്ടിച്ചുകൊണ്ടാണ് DYFIയുടെ തിരിച്ചടി ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ SDPI ഒരു പടി കൂടി കടന്നുകൊണ്ട് DYFIയുടെ ആംബുലൻസ് അങ്ങ് കത്തിച്ചു കളഞ്ഞു. അതായത് ബോംബിട്ട് കത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കണ്ടു. അതിന് പിന്നാലെയാണ് അവിടെയുള്ള നേതാക്കന്മാർ, ഇപ്പോൾ ഷിജു ഖാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. SDPI ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആംബുലൻസ്, ഞങ്ങൾ ഈ പറയുന്ന രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, രോഗികളെ കൊണ്ടുപോകുന്ന DYFIയുടെ ആംബുലൻസ് തകർത്ത സാമൂഹ്യ ദ്രോഹികളെ നിങ്ങൾക്ക് മാപ്പില്ല, ഞങ്ങൾ ഇതൊരിക്കലും മറക്കില്ല എന്നൊക്കെയാണ് ഷിജു ഖാൻ അവിടെ പറഞ്ഞത്. നമ്മൾ അത് കണ്ടതാണ്. പക്ഷേ എന്ത് തന്നെ പറഞ്ഞിട്ടും അവിടെ SDPIയുടെ പേര് പറയാൻ ഷിജു ഖാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഷിജു ഖാൻ മാത്രമല്ല, അവിടെ വലിയ ഫ്ലെക്സ് അടിച്ചു. ഫ്ലെക്സ് അടിച്ചിട്ട് അതിൽ വരുന്നത് സാമൂഹ്യ ദ്രോഹികൾ, തെമ്മാടികൾ, നിർഗിഷ്ടജീവികൾ എന്നൊക്കെ പറയുന്ന ചില പദപ്രയോഗങ്ങൾ നടത്തുക എന്നുള്ളതല്ലാതെ SDPI എന്ന പേര്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേര് അവിടെ ഉപയോഗിക്കാൻ DYFI നിന്നില്ല എന്നുള്ളത് വലിയ ചർച്ചകൾക്കും കളിയാക്കലുകൾക്കും ഒക്കെ വേദിയായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായത്. എന്തുകൊണ്ടാണ് DYFI SDPI എന്ന പേര് പറയാൻ പേടിക്കുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു ഉത്തരം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറയാം. അതിന് മുന്നോടിയായിട്ട് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ്, എൻ്റെ സുഹൃത്തുമായിട്ടുള്ള വസീഫ് ഒരു പോസ്റ്റ് ഇട്ടു. വസീഫ് പറയുന്നത് എന്താണ്, ഈ നെടുമങ്ങാട് സംഘർഷവുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഈ ആംബുലൻസ് കത്തിച്ച സാമൂഹ്യ ദ്രോഹികൾ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് എടുത്തു. ഞാൻ അവിടെ പോയി സന്ദർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് എടുത്തു. പിന്നീട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് വീണ്ടും തിരുത്തുന്നു. പിന്നീട് 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് വീണ്ടും തിരുത്തുന്നു. അവസാനത്തെ തിരുത്തലിലാണ് നെടുമങ്ങാട് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ പോയിരുന്നു എന്നുള്ള കാര്യം തിരുത്തി SDPI എന്ന വാക്ക് അവിടെ കൂട്ടിച്ചേർത്തു. അതായത് ആ ഒരു ദിവസം മുഴുവൻ DYFIയും CPM ഉൾപ്പെടെയുള്ള ആളുകൾ എയറിലായിരുന്നു. കാരണം SDPI എന്ന് പറയുന്ന ഒരു വാക്ക് പോസ്റ്ററിലോ ബാനറിലോ പ്രസംഗത്തിലോ പറയാതെ ഈ DYFIയുടെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയിട്ടുള്ള കുറിപ്പിൽ SDPIയുടെ പേര് പറയാതിരുന്നതുമായി ബന്ധപ്പെട്ട്, SDPIയുടെ പേര് DYFIയുടെ ഭാരവാഹിയിലിട്ട പോസ്റ്റിൽ പറയാതിരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നതിന് ശേഷമാണ് വൈകുന്നേരം മുഖം രക്ഷിക്കാൻ വേണ്ടി വസീഫ് അങ്ങനെ ഒരു പോസ്റ്റ് എടുത്തത്. അതിൽ SDPI എന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പോ അതും വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ആളുകൾ രാഖി തെരഞ്ഞു പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ഈ സഖാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പിടിച്ചു നിൽക്കണമെങ്കിൽ രാഖി കയ്യിൽ വേണമെന്ന അവസ്ഥയാണ്. കാരണം രാഖി എന്ന് പറയുന്നത് RSSന്റെയോ അല്ലെങ്കിൽ BJPയുടെ ഒക്കെ ചിഹ്നമായിട്ടാണ് ഇവർ തന്നെ അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ രാഖി അങ്ങനെയുള്ള ഒരു കാര്യമൊന്നുമല്ല. രാഖി എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സംഗതിയാണ് രാഖി. പക്ഷെ അതെന്തോ ഒരു RSS ബിംബമാണ് എന്ന നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റിയതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ തരത്തിലുള്ള ഒരു സമീപനം അവർ സ്വീകരിച്ചത്. ഇപ്പോ നെടുമങ്ങാട് ഉള്ള മലയോര മേഖലയിൽ SDPIയുടെ സ്വാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. SDPI അവിടെ ശക്തമായ രീതിയിൽ പിടിമുറുക്കിയിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനത്തിന് ശേഷം ആളുകളെല്ലാം തന്നെ പല പാർട്ടികളിലേക്ക് കുടിയേറുകയും അതിന്റെ പ്രധാനപ്പെട്ട ഒരു രൂപമായിട്ടുള്ള SDPIയിലേക്ക് അവർ മാറി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ SDPIക്ക് അകത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അവർ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവർ ആതുര സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നെടുമങ്ങാട് SDPIയെ വളരാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആരാണ്? അവിടെ കോൺഗ്രസ് രാഷ്ട്രീയത്തെയും BJP രാഷ്ട്രീയത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി SDPIയെ വളരാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അവിടെ DYFI തന്നെയാണ്, അല്ലെങ്കിൽ CPM തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും ഈ കമന്റിനടിയിലൊക്കെ വന്നിട്ട് ഇത് കുടുംബ പ്രശ്നമാണ്, അവർ തന്നെ പരിഹരിച്ചോളും, ഏട്ടനും അനുജനും തമ്മിലുള്ള പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ട്രോളുന്നത് നമ്മൾ കാണുന്നത്. അതൊരു യാഥാർത്ഥ്യമായ കാര്യവുമാണ്. പക്ഷേ അവിടെ സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. കാരണം അടി എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ള ബോധം ഇവർക്കില്ല. കാരണം ഏത് ഭാഗത്ത് നിന്നാണ് SDPIയുടെ കയ്യിൽ നിന്ന് അടി വരിക എന്ന ഒരു കൃത്യമായ കണക്കില്ലാത്തത് കൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം?
രക്ഷപ്പെടാനുള്ള മാർഗം രാഖി കെട്ടുക എന്നുള്ളതാണ്. കാരണം ഡിവൈഎഫ്ഐ സഖാക്കളെ തൊട്ടതുപോലെ ആയിരിക്കില്ല RSSനെ തൊട്ടാൽ എന്നുള്ളത് കൃത്യമായിട്ട് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ BJPയുടെ പ്രവർത്തകനെ, സംഘപരിവാരത്തിന്റെ ഒരു പ്രവർത്തകനെ തൊട്ടാൽ തൊട്ടതുപോലെ ഇരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ സഖാക്കളൊക്കെ തന്നെ ഫാൻസി കടകളിലൊക്കെ പോയിട്ട് രാഖി ഉണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചു നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അവിടെ നിന്ന് വരുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് ഈ പറയുന്നത് പോലെ അവിടുത്തെ സ്ഥിതിവിശേഷം കൊണ്ടുപോയി എത്തിക്കുന്നു. എന്ത് വിശ്വസിക്കും? അതായത് നേതാക്കളെ എങ്ങനെയാണ് വിശ്വസിക്കുക? കാരണം നേതാക്കൾക്ക് SDPIയുടെ പേര് പോലും പറയാൻ ഭയമാണ്. അങ്ങനെയുള്ള നേതാക്കളെ വിശ്വസിച്ചുകൊണ്ട് തങ്ങൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന് വരെ സഖാക്കൾ ചിന്തിക്കുന്നുണ്ട്. ഇതോടുകൂടി ആ ഒരു തിരിച്ചടി കിട്ടിയതിനു ശേഷം, അതായത് ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് കത്തിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു കാര്യം അവിടെ നടന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും അറിയോ? ഇല്ലല്ലോ. അതായത് ബ്രാഞ്ച് സെക്രട്ടറിക്ക് അടി കിട്ടുന്നു, ഡിവൈഎഫ്ഐ നേതാവാണ്. അതിനുശേഷം തിരിച്ച് അടിക്കുക എന്നുള്ള നിലയിലേക്ക് അവിടെ ആംബുലൻസിന് പോയി അവർ തിരിച്ചാക്രമിക്കുന്നു. അതോടുകൂടി അത് കഴിയേണ്ടതാണ്. പക്ഷെ തിരിച്ച് SDPI കത്തിക്കുകയാണ് ചെയ്തത്. ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് കത്തിച്ചു. എന്നിട്ട് അവിടെ വലിയ പ്രതിഷേധം നടത്തിയിട്ട്, വലിയ സമരം നടത്തിയിട്ട് അവർ പറയുന്നത് ഏതാളാണ് കത്തിച്ചതെന്ന് പോലും പറയാതെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തി പിരിഞ്ഞു പോവുകയാണ്. കാരണം ഇലക്ഷൻ അടുത്തെത്തിയ സാഹചര്യത്തിൽ CPM ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പേരുകൾ പറയാൻ വലിയ ഭയമാണ്. കാരണം തദ്ദേശ ഇലക്ഷനൊക്കെ ആരുടെ കൂടെയും കൂട്ടുകൂടുന്ന ഒരു സംഭവം CPM-നുണ്ട്. അതുകൊണ്ട് SDPIയുടെ വോട്ട് അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ പ്രകോപിപ്പിക്കേണ്ട എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഡിവൈഎഫ്ഐയുടെ ഒരു ആംബുലൻസ് പോയി കത്തിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാവുന്ന കാര്യം കണ്ണൂരൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടെ. പക്ഷേ തിരുവനന്തപുരത്ത് എന്താ CPM-ന് ശക്തി ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, തീർച്ചയായിട്ടും CPM ചെയ്യുന്നത് ഈ SDPIയെ പ്രകോപിപ്പിക്കേണ്ട എന്ന തരത്തിൽ അവര് CPM-ന്റെ ആംബുലൻസ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കത്തിക്കോട്ടെ എന്ന നിലപാടിലേക്ക് നിൽക്കുകയാണ്. അവിടെ യാതൊരു തരത്തിലുള്ള തിരിച്ചടികൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും തന്നെ CPM പോകുന്നുമില്ല. നേതാക്കന്മാരോട്ട് SDPIയുടെ പേര് പറയുന്നുമില്ല. നേതാക്കളൊക്കെ അത് വിട്ട അവസ്ഥയിലാണ്. പാവപ്പെട്ട അണികൾ വലിയ സങ്കടത്തിലായി എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതുകൊണ്ട് തന്നെ ആളുകൾ രാഖി അന്വേഷിച്ചും BJPയുടെ മറ്റു കാര്യങ്ങളിലേക്ക്, ഇപ്പൊ കണ്ണൂർ കഴിഞ്ഞ ദിവസം 2 CPM പ്രവർത്തകർ തമ്മിൽ അടി ഉണ്ടായപ്പോൾ അതിൽ ഒരു CPM പ്രവർത്തകൻ ഓടിക്കയറിയത് ഒരു സംഘപരിവാർ പ്രവർത്തകന്റെ വീട്ടിലേക്കായിരുന്നു. പക്ഷെ അവിടെ ഓടിക്കയറിയത് കൊണ്ട് തന്നെ പിന്നീട് അവിടെ കയറി അടിക്കാൻ ആര് ധൈര്യപ്പെട്ടില്ല? CPM പ്രവർത്തകർ ധൈര്യപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ് സംഘപരിവാരം എന്ന് പറയുന്നത് ഒരു ധൈര്യമാണ്. അവരെ തൊട്ട് കഴിഞ്ഞാൽ അടി എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് അറിയില്ല. പലപ്പോഴും അത് ഈ പോട്ടെ എന്ന് വെച്ച് ഉപേക്ഷിക്കുന്ന ആളുകളാണ് സംഘം. പക്ഷെ തുനിഞ്ഞിറങ്ങിയാൽ അത് ബ്രഹ്മനും തടുക്കാൻ കഴിയില്ല RSSനെ എന്നുള്ള ഒരു കൃത്യമായ ബോധം തിരുവനന്തപുരത്തെ നെടുമങ്ങാട്ടെ സഖാക്കൾക്കും വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.